ഭയങ്കര റാഹത്തായിട്ടാണ് കല്യാണമൊക്കെ നടത്തുക. പൊടി പൊടിച്ച കല്യാണം അല്ലേ? എത്ര ദൂർത്തും ദുർവയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഭയങ്കര ദൂർത്തല്ലേ കല്യാണത്തിന്റെ വിഷയത്തിൽ നടക്കുന്നത്. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. കറക്റ്റാണ്. എൻ്റെ ഉമ്മാടെ ഉപ്പ കൂടിയാണ് ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ്, അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ വല്യുപ്പ അവര് രചിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ. ഈ പദ്യങ്ങളൊക്കെ അവരുടേതാണ്. അവര് വഫാത്തായിട്ട് 25 വർഷമായി. എത്ര വർഷമായി? 25 വർഷം. അതിനും 20-25 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ. അഥവാ 50 കൊല്ലം പഴക്കമുണ്ട്. ആ 50 കൊല്ലം ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നതിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഒരു കറാമത്തിന്റെ എഴുത്താണ് ബഹുമാനപ്പെട്ടവരായി എഴുതിയത്. മൊത്തം കറക്റ്റാണ് അല്ലേ? സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. സംഭവം നല്ല രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സരളമായിട്ട്. പക്ഷെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കും. കറക്റ്റ് അല്ലേ? ഒരു കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നു, ആചാരെ എന്താ കഴിക്കുന്നത്? ആചാര്യ ഷുഗർ വന്ന്, ഷുഗർ 600-ലാണെങ്കിൽ കുഴപ്പമില്ല, മയ്യത്താകുന്ന മട്ടൻ കഴിച്ചിട്ടാകട്ടെ. ആചാര്യ മട്ടൻ കഴിക്കാൻ പോവാ. പിന്നെ ഇന്നും അങ്ങനെ കല്യാണത്തിന് അടിച്ചിട്ട് വന്നിട്ടില്ലേ? കൊള്ള നല്ല കുട്ടൻ ബിരിയാണി റാഹത്തായിട്ട് വേഗം അറ്റാക്ക് വന്ന് തീരണമെങ്കിൽ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാവരും നല്ല റാഹത്തായിട്ട് കഴിച്ചിട്ട് മതി. അതായിരുന്നു ഉറങ്ങുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉറക്കമാണ് വേഗം. എല്ലാവരും ഒരു ക്ഷീണമുണ്ട്, മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് കുറച്ചുപേരൊക്കെ ആബ്സെൻ്റാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഭക്ഷണം പറഞ്ഞപ്പോൾ എന്താ ഉഷാർ, എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഭക്ഷണം നൽകുന്നവരും ഭക്ഷണപ്രിയരും ആലിമീങ്ങളെ മുത്തലിമീങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാകുന്ന ആളുകളാണ് മലപ്പുറം ജില്ല. മറ്റു ജില്ലകളെക്കാളേറെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സൽക്കാരപ്രിയരാണ് എന്നല്ല, ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ഒരു നാടാണ് മലപ്പുറം ജില്ല. മറ്റൊരു ജില്ലയും ഇത്രമേൽ ആളുകളെ വാർത്തെടുത്തിട്ടുണ്ടാവൂല. ഒരുപാട് ആലിമീങ്ങൾക്ക് അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. അതൊക്കെ നമ്മുടെ അതേ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പൂർവ്വസൂരികളാകുന്ന ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര് നമുക്ക് കൈമാറി തന്നത് ആ ഒരു ദീനാണ്. ഇപ്പൊ ഈ സദസ്സിൽ നോക്ക്, വെള്ള വസ്ത്രം ധരിച്ച ശുഭവസ്ത്രധാരികളാകുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്താ കാരണം? അവർക്ക് കിട്ടിയ ആത്മീയതയാണ്. വെള്ള വസ്ത്രത്തിന് വലിയ സ്ഥാനമാണ്. അഹബ്ബു സിയാബ് ഇലല്ലാഹി അൽ ബയാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട ആ വസ്ത്രമാണ് ഇന്ന് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധരിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇതൊരു മറ്റൊരു ജില്ലയിൽ നോക്കിയാൽ ഇത്രമേൽ കാണാൻ പറ്റൂല, ഇത്രമേൽ കാണപ്പെടുകയില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പക്ഷെ ഈ ഒരു വസ്ത്രം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? അതുകൂടി ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ കൂടി ഈ വസ്ത്രം പരിചയപ്പെടുത്തണ്ടേ? അവൻ ആ കറുത്ത വസ്ത്രം ഇട്ടാണ് കല്യാണത്തിന് വരെ പോകുന്നത്. കാരണം എന്താ? കൂട്ടുകാരെല്ലാം കറുപ്പിടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവനും അതേപോലെ ഡ്രസ് കോഡാണ്. എത്രയാണ് ദൂരത്ത് കല്യാണത്തിന്റെ പേരിൽ ആർഭാടകരമാകുന്ന കല്യാണം, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം,
സുഭിക്ഷമാകുന്ന ഭക്ഷണം കൊണ്ട് വിളയാടുന്ന കല്യാണം ഒക്കെ ബൊഫേ സംസ്കാരത്തിലേക്ക് പോയി. നിന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന തലമുറ. ഒന്നിരുന്ന് കഴിക്കാൻ പറയുന്നവനെ വെറുക്കുന്ന കാലഘട്ടം. ഒന്നിരുന്ന് കഴിക്കട്ടെ എന്ന് പറയുന്നവനോട് വെറുപ്പായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മൻ ശരിബൽ മാഅ ഖായിമൻ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാ ലഹു. സയ്യിദുനാ റസൂലുള്ളാഹി. നിന്നുകൊണ്ടൊരാൾ വെള്ളം കുടിച്ചാൽ, സംസം വെള്ളമാണെങ്കിൽ പോലും ഇരുന്നാണ് കുടിക്കേണ്ടത്. ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താൻ അങ്ങനെയാണ്. ചിലർ സംസം വെള്ളം കാണുമ്പോൾ നിന്നു കുടിക്കും. നബി നിന്നു കുടിച്ചില്ലേ? അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഫുഖഹാക്കൾ. നബി നിന്നു കുടിച്ചത് റുഖ്സയായിട്ട് ഇളവ് കാണിക്കാൻ, കാരണം തിക്കും തിരക്കുമുള്ളതാകുന്ന ആ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാം എന്നതിലേക്കൊരു സൂചികയായിട്ട് തന്നതാണ്. അല്ലാതെ പ്രവാചകന്റെ വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മൻ ശരിബൽ മാഅ ഖായിമൻ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാ ലഹു. നിന്നുകൊണ്ട് വെള്ളം പാനം ചെയ്താൽ അവന് മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കും അല്ലാഹുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്. അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം രൂപ 18 കോടി രൂപയുടെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് രോഗം ശമനം വരുന്നില്ല. ചെറിയ കുട്ടികൾക്ക് മാരകമായ രോഗം വരികയാണ്. ഒരു ഇഞ്ചക്ഷന്റെ വിലയാണ് പറയുന്നത്. എത്രയാണ്? 18 കോടി രൂപ. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ? അതിനുവേണ്ടിയൊക്കെ ആളുകൾ പിരിവ് നടത്തിയില്ലേ? എന്നിട്ടും കുട്ടികൾ മരണപ്പെട്ടു പോയില്ലേ? ചിന്തിക്ക്. ഈ സമുദായം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഉണരുന്നില്ല? അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നന്ദി പ്രകാശനമുള്ളവരാക്കി പുതിയ തലമുറയെ ആത്മീയതയിൽ നിഴലിച്ചുകൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നു. ധൂർത്തും ദുർവയവും പഠിപ്പിക്കരുത്. വെള്ളം കിട്ടാതെ വലിയാണ് ആളുകൾ, പ്രയാസപ്പെടുകയാണ്. മക്കൾ ഇപ്പോഴും ധൂർത്തടിക്കാണ് വെള്ളം. മക്കൾക്ക് ഉപദേശം കൊടുക്കണം. വീട്ടിലെ ഷവറൊക്കെ തുറന്നു വെച്ചാൽ മണിക്കൂറുകളാണ് അത് ഉപയോഗശൂന്യമായിട്ട് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വെള്ളം ഉപയോഗിക്കേണ്ടത് ബക്കറ്റിൽ തന്നെയാണ്. അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഹദീസിൽ കാണാം. ഒരു സാഅ് വെള്ളം കൊണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അര ബക്കറ്റ് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളത് വലിയ ബക്കറ്റാണ്. അങ്ങനത്തെ ബക്കറ്റും അല്ല. സാദാ സീത ഒരു ബക്കറ്റ് എടുത്താൽ അതിന്റെ അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബിതങ്ങൾ കുളിക്കും. നമ്മൾ പറയും, ഓ ആ കുളിയൊന്നും ശരിയാവൂല ഉസ്താദേ, നല്ല റാഹത്തായിട്ട് കുളിച്ചിട്ടുണ്ടാവൂല. നമ്മൾ വാഷ്റൂമിൽ കാര്യം സാധിക്കാനിരിക്കുമ്പോൾ പൈപ്പിലെ മോട്ടറിൽ വെള്ളം തീർന്നു പോകണം ടാങ്കിൽ. ആരും സഹായിക്കാനും ഇല്ല. അപ്പോൾ കൊണ്ട് പൈപ്പിനകത്ത് നിന്ന് ഒരു കപ്പ് വെള്ളം ഇങ്ങനെ റാഹത്തായിട്ട് കിട്ടി. കഴുകി ഇറങ്ങുമോ? നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് ബാക്കി കാൽഭാഗം മിച്ചം ഉണ്ടാവും. പെടണം, അപ്പോഴേ പഠിക്കുക. നമ്മളിത് പെടുന്നില്ല. നമുക്കിപ്പോഴും നല്ല റാഹത്താണ്. കാരണം വാപ്പ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഇഷ്ടംപോലെ വെള്ളം ടാങ്കിൽ അടിച്ച് കയറ്റിയിട്ടിട്ടുണ്ട്. റാഹത്താണ്. ആർക്കും ഒരു കുഴപ്പമില്ല. കഷ്ടപ്പാട് മുഴുവൻ വാപ്പാക്കല്ലേ, നമുക്കൊരു കുഴപ്പമില്ല. കിണറി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ വെള്ളം ഒരു തടിയും കൂടെ ഉണ്ട്. എന്നാൽ പിന്നെ കിടക്കട്ടെ. മോട്ടർ ഇട്ട് ഫുള്ള് വലിച്ചു കയറ്റി ഇഷ്ടം പോലെ അങ്ങ് ആറുമാദിക്കുക. ഈ ഒരു സ്വല്പം മഴയും ഈ ഒരു സന്തോഷവും അള്ളാഹു ഇടയ്ക്ക് നമുക്ക് നൽകിയില്ലെങ്കിൽ ഇതിങ്ങനെ ഈ ചൂടിങ്ങനെ നിലനിന്ന് പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഈ പറയുന്ന റബ്ബിന്റെ സൃഷ്ടിപ്പ് എന്താണ്? നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ 2 മാസം നമുക്കിവിടെ വെയിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വെള്ളം തടാകം മുഴുവനും വറ്റിപ്പോയി. ഭാരതപ്പുഴ കവിഞ്ഞൊഴുകിയിരുന്നത് ജലപ്രളയത്താൽ 2018 19 ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതാകുന്ന ഭാരതപ്പുഴ ഇന്ന് പോയി നോക്കണം. ആളുകൾ അതിന്റെ അങ്ങേയറ്റത്ത് പോയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു തുള്ളി വെള്ളമില്ല. കിണറിലെ വെള്ളം പോയി, കുളങ്ങൾ വറ്റിപ്പോയി, ഒരു തുള്ളി വെള്ളം എവിടെയില്ല. എല്ലാം അള്ളാഹു വറ്റിച്ചു കളഞ്ഞിരിക്കുക. 2 മാസം ചെറിയൊരു വെയിൽ തന്നപ്പോ. എന്നാ വലിയ വെയിലാണോ? ഇതൊന്നും അല്ല. മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലും ചേർത്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. എങ്കിൽ പോലും നമ്മൾ പറയും ഗൾഫിലെ ചൂട് പോലെയല്ല ഇവിടുത്തെ ചൂട്. വല്ലാതെ പുഴുങ്ങിയെടുക്കാൻ 13ഓളം ആളുകളാണ് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മരണപ്പെട്ടത് ഈ ഒരു ചൂടേറ്റിട്ട്. ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്തനംതിട്ടയിലെ പെരുമ്പിട്ട എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു പ്രായം ചെന്നതാകുന്ന ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി കുപ്പിയും പാട്ടയും ഒക്കെ പറക്കി ഉപജീവന മാർഗം നയിച്ചിരുന്നതാകുന്ന ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ, 90 വയസ്സിന് മുകളിലുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന അന്ധയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ 85 വയസ്സുണ്ട്. രണ്ടുപേരും ഒരു ചെറിയ കുടിലാണ്, ചെറിയൊരു പുരയിലാണ് വസിക്കുന്നത്. രണ്ടുപേരും മരണപ്പെട്ടു പോയ വിവരം നാട്ടുകാരറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. മനസ്സിലാക്കണം. ആ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കാൻ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾ ജനൽ പൊളിച്ചു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. പോലീസുകാരെ ഇവരറിയിച്ചു. ഇപ്പൊ ഈ അടുത്ത് ന്യൂസിൽ വന്നാണ്, 5 ദിവസമായിട്ടുള്ളൂ ന്യൂസ് വന്നിട്ട്. കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ചൂട് മൂലം പ്രയാസപ്പെട്ട് വെള്ളം പോലും കിട്ടാതെ ആയി മരണപ്പെട്ടതാണ്. ഒരാൾ നോക്കാനില്ലാതെ. ആലോചിക്കുക. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു കഥയല്ല ഞാനിനി പറയുന്നത്.
അല്ലെങ്കിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോയതിൻ്റെ ഒരു കഥയല്ല ഞാൻ ഈ പറയുന്നത്, മറ്റൊരു രാജ്യത്തെ കഥയല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. ഒരാൾ പോലും വെള്ളം കൊടുക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ഹൈദ്രോസ് മുസ്ലിയാൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം എല്ലാ ജുമായ്ക്കും പ്രായാധിക്യം വകവെക്കാതെ 90-ന് മുകളിൽ പ്രായമുള്ള ആ മനുഷ്യൻ വായ്പൂർ എന്ന് പറയുന്നതാകുന്ന കോട്ടയം ജില്ലയിലെ പള്ളിയിലേക്ക് ജുമായ്ക്ക് വേണ്ടി വടിയും കുത്തിപ്പിടിച്ച് പാവപ്പെട്ട ആ സഹോദരൻ വരാറുണ്ട്. 2 ആഴ്ചയായിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ നോക്കുന്നത് 2 പേരും മരിച്ചു കിടക്കാൻ. ആദ്യം ഭർത്താവ് മരിച്ചു കാണും. ആ ഭർത്താവാണ് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. 85 വയസ്സുള്ള ഭാര്യയാണ്, അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ല. അവർക്കും വെള്ളം എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ല. അവസാനം അവർ അവിടെ കടന്ന് നരകിച്ച് മരിക്കണം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ദുനിയാവിൽ അള്ളാഹു ചിലർ കൊടുക്കുന്ന പരീക്ഷണം ഒരുപക്ഷെ ആഖിറത്തിന് ഉന്നത വിജയമായിരിക്കും. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആരുമില്ല, അയൽവാസികളില്ല, നാട്ടുകാരില്ല, എല്ലാവരും അറിയുന്നത് പുറത്തേക്ക് ദുർഗന്ധം വന്നപ്പോഴാണ്. നടന്നത് ഈ അടുത്താണ്. പത്തനംതിട്ടയിലെ പെരുമ്പട്ടയിൽ നടന്ന സംഭവം എല്ലാ മീഡിയയും കവർ ചെയ്തു എന്ന വാർത്തയായിരുന്നു ഞാനീ പറയുന്നത്. ചൂട് കാരണം, അത്രമേൽ കഠിനമാകുന്ന ചൂട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി പരീക്ഷിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ മക്കയിലെ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ പരിസരത്തുള്ള സംസം കിണറിലേക്കൊന്ന് നോക്കിൻ. അള്ളാഹു നൽകുന്ന അത്ഭുതം എത്രയാണ്! അതിൻ്റെ ഉറവ് പൊട്ടിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ ടൺ കണക്കിനാണ് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്റർ കണക്കിന്. എത്ര ലിറ്ററാണ്? കോടിക്കണക്കിന് ലിറ്റർ ഇപ്പോൾ അവിടുന്ന് തന്നെ സംഭരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സംഭരിച്ചു കൊണ്ടിരിക്കുന്നു. മോട്ടറുകൾ ധാരാളം വെച്ച്, വലിയ പവറുള്ള മോട്ടോർ വെച്ച് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡിൽ 1000 ലിറ്റർ പരം വെള്ളം ഇങ്ങനെ വന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും കിണറിൽ വെള്ളമില്ലെങ്കിലും സംസം വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലുണ്ടാവും. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ മുസൽമാന്റെയും വീട്ടിൽ വെള്ളം എത്തിച്ചിട്ട് പോലും ഇന്നും അവിടെ ഒരു തരി പോലും, ഒരല്പം പോലും വെള്ളം കുറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഇതിനേക്കാൾ വലിയ പാഠം എന്താണ് സഹോദരങ്ങളെ? പഠിക്കുകയാണെങ്കിൽ എല്ലാവരും മസിൽ പിടിച്ചിട്ടിരിക്കല്ലേ. പഠിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ്? അതുകൊണ്ടല്ലേ മാധവിക്കുട്ടി അമ്മയൊക്കെ കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അറിവിന്റെ ആഴിയിൽ സഞ്ചരിച്ചവരൊക്കെ, വായനാശീലമുള്ളവർ, അവർ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധ ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലായി. തിരുവനന്തപുരത്തുള്ളതാകുന്ന ആ സഹോദരി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇന്നും അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മാധവിക്കുട്ടി അമ്മ എല്ലാവർക്കും അറിയാം. ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചവരാണ്. വായനാശീലം കൊണ്ട് എത്തിപ്പെട്ടതാണ്. അപ്പൊ നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല യാത്ര പോകണം. ഒന്ന്. രണ്ടാമതായി നല്ല പുസ്തകങ്ങൾ വായിക്കണം. പാശ്ചാത്യരുടെ ശൈലിയാണ് ഈ പറയുന്നത്. അവർക്ക് 3 നല്ല ശൈലികളുണ്ട്. ഒന്ന്, നല്ല യാത്ര പോകും. കുടുംബവും ഒന്നിച്ച് നല്ല യാത്ര പോകും. വെക്കേഷൻ സമയമാണ്. ഒരുപാട് ദിവസം വേണ്ട, 1-2 ദിവസം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ടൂർ തന്നെ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു സന്ദർശനം. പ്രായാധിക്യം ചെന്ന ആളുകളുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്. അത് അകന്ന ബന്ധുവാകട്ടെ, അടുത്ത ബന്ധുവാകട്ടെ, രക്തബന്ധുക്കളേക്ക് ഒന്ന് സന്ദർശനം നടത്തുക. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ടി സന്തോഷം കൊടുക്കുക. റമളാനിൽ പോലും പലയിടത്തും എത്തിപ്പെടാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്, അവരെയൊക്കെ ഒന്ന് സന്തോഷം നടത്തുക. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാകും. മാത്രമല്ല, കുടുംബം സന്ദർശിച്ചാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്താ അത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഫരിഹി. ആരാണ് കുടുംബബന്ധം ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, കുടുംബബന്ധം ചേർക്കാൻ ലക്ഷ്യം വെക്കുന്ന മുസ്ലിമേ, നിനക്ക് ദീർഘായുസ് കൂടുകയാണ്. ആയുസ്സിൽ അല്ലാഹു വർദ്ധനവ് നൽകുകയാണ്. തീർന്നില്ല. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. അവൻ അല്ലാഹു നൽകിയിട്ടുള്ള വീട്, അവൻ അല്ലാഹു നൽകിയിട്ടുള്ള വാഹനം, അവൻ അല്ലാഹു നൽകിയിട്ടുള്ളതായ സമ്പാദ്യം, എല്ലാത്തിലും ബറക്കത്തുണ്ടാവുകയാ, വർധനവുണ്ടാകുമത്രേ. അതിലൊക്കെ വിശാലത ഉണ്ടാവും. ഒരു കാറുള്ളവന് 2 കാർ എടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല, ഹദീസാണ്. അതാണ് ഇംബിസാത്ത്, ബിസാത്ത് എന്ന് പറഞ്ഞതാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, സന്താനങ്ങൾ ഒക്കെ ഉൾപ്പെട്ടു, വിഭവങ്ങളാണ്. ഇതെല്ലാം അധികരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? വയുൻസഅ ലഹു ഫീ അഫരിഹി. ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ ദീർഘായുസിന് വേണ്ടി കുതിക്കുന്നുണ്ടോ? ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നമ്മൾ ഈ റമദാനിൽ എത്ര കുടുംബങ്ങളെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. എത്ര കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേർക്ക് കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്, എത്ര പേരെ ഫോൺ വിളിച്ച്, എത്ര പേരുമായിട്ട് ബന്ധം നിലനിർത്തി. ഇതൊക്കെ നിലനിർത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നേട്ടാണ്. അതുകൊണ്ടാണല്ലോ പഴയ ആൾക്കാർ ഈ മജ്‌ലിസിലുള്ളവർ നല്ല പ്രായമുള്ളവരുണ്ട്. അവർക്ക് എന്താ ഇത്ര ദീർഘായുസ് കിട്ടാൻ കാരണം? പുതിയ തലമുറ 50ലേക്ക് എത്തുമ്പോൾ തന്നെ മരണം വരികയാണ്. 40 കഴിയുമ്പോൾ തന്നെ ഷുഗറായി, മാരകമായ ഷുഗറായി, കിഡ്നി പേഷ്യന്റായി മാറുകയാണ്, ഡയാലിസിന് വിധേയനാവുകയാണ്. അല്ലെ, മരുന്ന് കഴിക്കാത്ത ആളുകൾ വളരെ വിരളമാണ്. എല്ലാവരും രോഗികളായി. എന്താ കാരണം? ബന്ധങ്ങളില്ല. ആരുമായിട്ട് ബന്ധമില്ല, കുടുംബവുമായി ബന്ധമില്ല. വേറെ കുറെ ബന്ധങ്ങളുണ്ട്, രാത്രി ചാറ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി, അതൊക്കെ ഇഷ്ടം പോലെ. അതുകൊണ്ട് ഏകദേശം തീരുമാനമായി. അതുകൊണ്ട് തീരുമാനം ഉണ്ടാവും. ഒരാൾക്ക് ദീർഘായുസ് കുറയാൻ കാരണം അയാളിലുള്ള വ്യഭിചാരത്തിന്റെ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ അയാൾ എന്ത് വേണം? നിസ്കാരം നിലനിർത്തണം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിലപോകണം, എങ്കിൽ അയാൾക്ക് ദീർഘായുസ് കൂടും. ഒരാൾക്ക് ആയുസ് ചുരുങ്ങി പെട്ടെന്ന് മരിക്കാൻ, അങ്ങനെ മരണമുണ്ടാകാനുള്ള ഒരു കാരണം ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണത്? വ്യഭിചാരം ജീവിതത്തിൽ ശീലമാക്കിയവൻ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് അതിൽപ്പെട്ടു, അത്തരത്തിലുള്ളതാകുന്ന പൈങ്കിളി സംസാരങ്ങൾ അതിൽപ്പെട്ടു, അന്യ പെണ്ണുമായുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം. അങ്ങനെയുള്ളവൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് ഉറപ്പിക്കൂല, വേഗം തന്നെ അവനെ മയ്യിത്താക്കും. ഹദീസുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കണത്. അതുകൊണ്ട് പുതിയ തലമുറ ശ്രദ്ധിക്കാൻ, ദീർഘായുസ് വേണോ? ബന്ധങ്ങളെ പരിപൂർണമായി കൂട്ടിച്ചേർക്കാൻ. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ ചേർത്തിട്ട്, ഭാര്യയും ചേർത്തിട്ട് നല്ലൊരു യാത്ര, അങ്ങനെ യാത്ര പോകും. യാത്ര ചെയ്യുന്നത് നല്ലതാണ്. സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഖുർആൻ പറയാൻ, നിങ്ങൾ യാത്ര പോകണം. അല്ലാഹു പറയുന്നു, സീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. മുൻഗാമികളായ ആളുകൾ, ധിക്കാരികളാകുന്ന പടച്ചറബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലാണ് അവരെ അവസാനിപ്പിച്ചത്? ആ ധിക്കാരികളാകുന്ന ആളുകൾ തകർന്നടിഞ്ഞത് എങ്ങനെയാണ്? നോക്കി മനസ്സിലാക്കി ഗുണപാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് യാത്ര കൊണ്ട് ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ സമ്പത്ത് കൈവെക്കല്ല, അത്യാവശ്യം യാത്ര പോകണം. മാത്രമല്ല, ആ യാത്ര പോകുമ്പോൾ നല്ലൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാകണം, വായന വേണം. രണ്ടാമത്തതാ. മൂന്നാമത്തത്, വെള്ളം കുടിക്കണം. നല്ല ചൂടാണിപ്പോ. ഈ ചൂടിന്റെ സമയത്ത്, ചൂടാവട്ടെ അല്ലാതാവട്ടെ, 20 കിലോ ശരീരഭാരമുള്ളവൻ ശാസ്ത്രം പറയുന്നു 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 20 കിലോ ശരീരഭാരം. 40 കിലോ ഉള്ളവൻ അപ്പൊ എത്രയാണ്? 2 ലിറ്റർ. 60 കിലോ ഉള്ളവൻ 3 ലിറ്റർ. 80 കിലോ ഉള്ളവൻ 4 ലിറ്റർ. അധികം ആളുകൾ 80 കിലോ ആണ്. ഉളിഹ്യത്തിന്റെ തൂക്കമാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. 80 കിലോ. എന്താ ചിരിക്കുന്നത്? 80 കിലോ ആണ്. 80 കിലോ വെയിറ്റ് ഉള്ള ആളുകളാണ് കൂടുതൽ ആളുകൾ. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 4 ലിറ്റർ. അങ്ങനെ കുടിച്ചാലേ നമ്മുടെ കിഡ്നിയുടെ ഒക്കെ ഫങ്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഇതിപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ കളർ വ്യത്യാസം ഇല്ല. എന്താ കാരണം? ആരോഗ്യം കറക്റ്റ് അല്ല. ഉറക്കക്കുറവ് വിഷയങ്ങളൊക്കെ അതും ബാധിക്കും. വലിയ പ്രശ്നമാണ്. വെള്ളം നല്ലതുപോലെ പാനം ചെയ്യണം. അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 15 രൂപ 20 രൂപ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. ട്രെയിനിനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് 15, പുറത്തോട്ടിറങ്ങിയാൽ 20 രൂപ, ചിലയിടത്ത് 25. ഓരോ പൈസയാണ്. അത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ സ്ഥലത്താണെങ്കിൽ അതിനേക്കാളേറെ വില. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത് മൂല്യമുള്ളതാകുന്ന വെള്ളം നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ആവശ്യത്തിലധികം ഉണ്ട്. റാഹത്തായിട്ട് കുടിക്കൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളോട് നിർബന്ധം ചെലുത്തി. ഇപ്പൊ സ്കൂൾ തുറക്കുകയാണ്. ഇനിയിപ്പോ 2-3 ആഴ്ചയോടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്ത വെള്ളം അതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ, പകുതി പോലും കുടിക്കൂല. മക്കളെ പറഞ്ഞ് ഉപദേശിക്കാൻ, ആരോഗ്യം സംരക്ഷണം വേണം. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിമീങ്ങൾ ഹോസ്പിറ്റലാകുന്ന ഹോസ്പിറ്റൽ മുഴുവനും കെട്ടിപ്പടുക്കുന്നത് ഈ സമുദായത്തിന് വേണ്ടി മാറിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ഹോസ്പിറ്റലും നമ്മളാണ് അതിപ്രസരം, എല്ലായിടത്തും ഉണ്ട്. രാവിലെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നോക്കി, നിങ്ങൾ ജനശതാബ്ദി ട്രെയിൻ കയറാൻ നോക്കി, ഏറ്റവും കൂടുതൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആളുകൾ കയറുകയാണ്. പരശുറാം എക്സ്പ്രസിലേക്ക് ഇടിച്ചു കയറുകയാണ്, മറ്റുള്ള ട്രെയിനിൽ കയറുകയാണ്, ബസ്സിൽ കയറുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? എറണാകുളത്തേക്ക് പോവാൻ. ലക്ഷോർ ഹോസ്പിറ്റലിൽ, അമൃത ഹോസ്പിറ്റലിൽ, മറ്റുള്ളതാകുന്ന ആസ്റ്റർ മെഡിസിറ്റിയിൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. കിഡ്നി പേഷ്യൻ്റാണ്, എല്ലാം തകർന്നു. 35-40 വയസ്സുള്ള ആളുകളാണ്. സമ്പത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ വിനിയോഗിക്കാൻ. ഭക്ഷണത്തിൽ വളരെ ക്രമം പാലിക്കണമെന്നും
കഴിച്ചാൽ മൂന്നിലൊരു ഭാഗമാക്കി ഭക്ഷണത്തെ മാറ്റി ബാക്കി ഒന്നിൽ വെള്ളവും ബാക്കി ഒന്ന് കാലിയാക്കി ഇടണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രയാണ് ക്വാണ്ടിറ്റി? ഏതെല്ലാം സുഭിക്ഷമായ ഭക്ഷണമാണ്, ആരോഗ്യം തന്നെ കേടാക്കി കളയുന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. പുതിയ തലമുറയിലാകുന്ന പെൺകുട്ടികളോടും പ്രത്യേകം പറയാനുണ്ട്, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പാചകം ചെയ്യൂല. എപ്പോഴും നമുക്ക് കുഴിമന്തി ഓർഡർ ചെയ്യാം. ഇന്ന് പെരി അൽഫാം, നാളെ കുഴിമന്തി, മറ്റന്നാൾ കിഴി പൊറോട്ട, അത് കഴിയുമ്പോൾ കുഴിമാന്തി ആരെങ്കിലും തരും, കയറി കിടക്കാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശരിയല്ലേ? എപ്പോഴും ഓർഡറോട് 24 മണിക്കൂർ ഓൺലൈൻ ഉള്ളതാകുന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ട് അതിലൊക്കെ സൊമാറ്റോ സ്വിഗ്ഗിയോ ഒക്കെ വിളിച്ചിട്ട് രാവും പകലും ഓർഡർ കൊടുക്കുക. തേരാപ്പാര പോകുന്നതാണ്. വാര്യത്തുള്ള അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇവരങ്ങോട്ട് പോകണം, ഇന്ന വീട്ടിലോട്ട് പോകണം. ഒരിടത്ത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ ഓർഡർ വരികയാണ്, പിന്നെ അങ്ങോട്ട്. ഇത് തന്നെ കളി. പാചകം ചെയ്യൽ കുറഞ്ഞു പോയി സഹോദരിമാർ. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമായി യൂറിക് ആസിഡിന്റെ പ്രശ്നം സഹോദരിമാർക്ക്. വിരലും കൂടെ അനക്കാൻ പറ്റുന്നില്ല, ഷുഗർ വന്നിട്ട് ഈ വിരൽ മടങ്ങുന്നില്ല. ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ. വെള്ളം കുടിക്കണം, നല്ലതുപോലെ വെള്ളം നമ്മുടെ മക്കൾക്ക് കുടിപ്പിക്കുകയും വേണം. ചെറിയ കുട്ടികളുണ്ട്, അവരിങ്ങോട്ട് വന്ന് പറയുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം നമ്മളെടുത്ത് കൊടുക്കണം. ഇതൊരു ഗ്ലാസ് വെള്ളമാണ്, 150 മില്ലി ഉള്ളൂ ഇതിനകത്തുള്ളൂ. ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മുടെ മക്കൾക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ പറയും വെള്ളം കുടിച്ച്, പിന്നെ അന്നത്തെ ദിവസത്തേക്ക് വെള്ളം കുടിയില്ല. യഥാർത്ഥത്തിൽ വല്ലതും ആയോ? ഒന്നും ആയിട്ടില്ല. ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു സമുദായത്തെയാണ് അള്ളാഹു ഈ ലോകത്ത് ആവശ്യപ്പെടുന്നത്. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇപ്പം നിർത്താം, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുമല്ലേ? ശരിക്കും ഇരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നീട്ടുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി ഇതാവുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അത് അനിവാര്യമാണ്. ഒന്നാമതായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമായും കൊടുക്കണം. ചിലർ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു ട്യൂഷൻ വെച്ചിട്ട് അവിടെ കൊണ്ട് മതിയാക്കുകയാണ്. 5ാം ക്ലാസ് കഴിയുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും പിന്നെ വിടുന്നില്ല. +2 വരെ മദ്രസയുണ്ട് സമസ്തയുടെ സിലബസിൽ. എടാ, അത് തന്നെ പഠിച്ചിട്ട് തന്നെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത്. ഞാൻ പറയുന്നത് ആ ഒരു പഠനം കൊണ്ട് പോലും മക്കളെ നിർത്തരുത് എന്നാണ്. +2 കഴിഞ്ഞതാകുന്ന വിദ്യാർത്ഥിനികൾക്ക് മഹല്ലിലെ കമ്മിറ്റി ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് മദ്രസയിലെ സമുന്നതരാകുന്ന ഉസ്താദുമാരെ വെച്ചുകൊണ്ട് അവർക്ക് വെവ്വേറെയായിട്ടോ അല്ലാതെ ഒരു ക്ലാസ് കൊടുക്കൽ നിർബന്ധമാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും അവർക്ക് കൊടുക്കണം. കാരണം ആ കണക്ഷൻ വിട്ടു പോകാൻ പാടില്ല. +2 കഴിയുമ്പോൾ പോയി ആനം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുക, നന്നായില്ല. പിന്നെ എന്താ? അത് കഴിഞ്ഞാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞുള്ള പ്രായമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പള്ളിയുമായിട്ടുള്ള ബന്ധം, ഉലമാഉമായിട്ടുള്ള സഹവാസം, അത് നമ്മളെ നന്നാക്കും, നമ്മുടെ ഹൃദയത്തെ നന്നാക്കും, നമ്മുടെ തലമുറയെ നന്നാക്കും. മക്കള് പള്ളിയുമായിട്ടുള്ള ബന്ധം വരണം. വാപ്പ മകനെ ചേർത്ത് പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരണം. 5 വഖത്തും. ചെറുപ്പത്തി പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രം പോരാ. എപ്പം നമ്മൾ ഉസ്താദിനെ മീറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ കുട്ടികൾ മീറ്റ് ചെയ്യണം. അപ്പൊ അവനിലുള്ള പോരായ്മകൾ ഉസ്താദ് ചൂണ്ടിക്കാണിക്കും. അവർക്ക് കാണുമ്പോൾ തന്നെ ആളുടെ രൂപം കൊണ്ട് മനസ്സിലാവും. ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ മെലിയാണ്. എന്താ മെലിയാൻ കാരണം? ശാസ്ത്രം പറയുന്നു മെലിയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം തന്നെ കഞ്ചാവാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ഇനി ശാരീരികമായിട്ട് മെലിയുന്ന ആ കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ക്രൂശിക്കണ്ട. അത് ചിലപ്പോൾ മറ്റു ബുദ്ധിമുട്ടായിരിക്കും, ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണം. എന്നാലും പുതിയ തലമുറയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നമ്മൾ പറയും ഡയറ്റൊന്നും അല്ല, കഞ്ചാവ് അടിക്കുന്ന കുട്ടികൾ മെലിയും. അത് ആദ്യം മനസ്സിലാക്കി, വാപ്പ മനസ്സിലാക്കി. കുട്ടികൾ ഇങ്ങനെ പെൻസിൽ പോലെയാവും. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കണ്ണ് ചുവന്നിരിക്കുന്നതാകുന്ന വലിയ ടീമായിരുന്നു, കള്ളുകൂടിയുടെ കേമനായിരുന്നു. അപ്പൊ കണ്ണ് ചുമക്കും. അത് കണ്ടിട്ട് നമ്മുടെ മക്കളും കണ്ണൊന്നും ചുമക്കുന്നില്ല, ഒന്നും കുഴപ്പമില്ല എന്ന് കരുതരുത്. കണ്ണിലെത്തിക്കാനുള്ള മരുന്ന് വരെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നല്ല വെളുത്ത് തുടുത്ത കണ്ണായിരിക്കും. അവന്റെ കണ്ണ് കാണുമ്പോൾ നമ്മൾ അതുപോലെ കണ്ണ് കിട്ടണേന്ന് ദ്വാരക്കും. അതുപോലത്തെ കണ്ണാക്കി മാറ്റുന്ന മരുന്ന് ഒഴിക്കുന്നുണ്ട്. സാധനം അടിച്ചിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, പുതിയ തലമുറ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ? ഒരു കാലത്ത് നമുക്ക് ആ ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വല്യപ്പ നമ്മൾ ആ ശ്രദ്ധ വിട്ടു. അതുകൊണ്ട് മക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ. ഈ ഒരു തലമുറ മോശമായാൽ വരും തലമുറ വലിയ അദാബാണ്. ഏത് സിനിമ ഇറങ്ങിയാലും ഏത് സീരിയൽ ഇറങ്ങിയാലും എല്ലാം പ്രേമിക്കുവാനും കള്ളും കഞ്ചാവുമാണ് പഠിപ്പിക്കുന്നത്. അല്ലാത്തതൊന്നുമില്ല. പ്രേമിക്കുവാനും കൊലപാതകം നടത്തുവാനും അടിയും പിടിയുണ്ടാക്കുവാനും മാതാപിതാക്കൾ അവഗണിച്ചിട്ട് അന്യസമുദായത്തിൽപ്പെട്ട പെണ്ണിനെ പ്രേമിക്കാനും ഒക്കെ ഉള്ളതാകുന്ന കാര്യങ്ങളാണ് എല്ലാ സിനിമയും പ്രചോദനം കൊടുക്കുന്നത്, എല്ലാ സീരിയലും പ്രചോദനം കൊടുക്കുന്നത്. ഈ സീരിയലൊക്കെ കണ്ടിട്ടല്ലേ ഇവിടുത്തെ സഹോദരിമാർ, മുസ്ലിം സഹോദരിമാർ പോലും അമ്മായിമ്മ പോരി എന്ന് പറയുന്ന സംഗതി തന്നെ കൊണ്ടുവന്നത്.
സീരിയൽ കണ്ടിട്ട് കരുന്നിട്ട് അതിനകത്തുള്ളതാകുന്ന ആളുകളായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയെ ചിത്രീകരിക്കാൻ, അത്തരത്തിൽ തന്നെ മാറ്റിമറിക്കാൻ, പിന്നെ കുടുംബങ്ങൾ അതാ രീതിയിലാകാൻ, അമ്മായിമ്മയെ അത് കണ്ടിട്ട് അതേപോലെ മരുമകളോട് ക്രൂശിക്കാൻ വേണ്ടി അമ്മായിമ്മയെ നിലകൊള്ളുവാൻ, ബന്ധങ്ങളൊക്കെ നശിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇനി ഹൃദയത്തെ നന്നാക്കണം. നമ്മുടെ ഹൃദയം മുഴുവനും മാലിന്യമാണ്. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയ എന്ന് പറയുന്ന മഹനീയമായ തസവ്വുഫിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. ഹൃദയം നന്നാവാനുള്ളതാകുന്ന മാർഗങ്ങൾ, ഹൃദയത്തിന്റെ മാലിന്യം മുഴുവനും മാറ്റി, ഹൃദയത്തിന്റെ കറകളെ മാറ്റി ഹൃദയം സ്ഫുടം ചെയ്യാൻ അതിനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. ഒന്നാമതായി പറയുന്നു ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. നമ്മുടെ മക്കൾ ഇന്ന് ഖുർആനിന്റെ വഴിത്താരയിലേക്ക് വരുന്നവരുണ്ടോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. എത്ര പേരാണ് ഖുർആൻ പഠിക്കുന്നത്, ഖുർആനുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി പുലർത്തിപ്പോരുന്ന മക്കൾ എത്ര പേരാണ്, എത്ര പേരാണ്. അല്ലാഹു റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. ഒരു കുട്ടി ജനിച്ചാൽ മാതാപിതാക്കളോടുള്ള കടമയാണ്. ആ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ പെട്ടതാണ് അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചൽ കൊടുക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അദ്ദിബു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട് മര്യാദ പഠിപ്പിക്കണേ. ഒന്ന് ഹുബ്ബ നബിയക്കും, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്, പ്രവാചകരോടുള്ള അനുരാഗമാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്കാണ്, പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പ്രവാചകരെ കുറിച്ചാണ് ആദ്യമായി ഒരു കുട്ടിക്ക് വകതിരി വെത്തുമ്പോൾ പഠിപ്പിക്കേണ്ടത് എന്ന് സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലയോ? ഫഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മാതാപിതാക്കൾക്ക് നിർബന്ധമായത് ഒരു കുട്ടി ജനിച്ചവന് വകതിരി വെത്തുമ്പോൾ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് സിനിമ പാട്ടല്ല, റീൽസുകളല്ല, മോശപ്പെട്ടതാകുന്ന വചനങ്ങളല്ല. ആദ്യമായി വാപ്പ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കൊരു നബിയുണ്ട്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നാണ്. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്. ഒരു കുട്ടിക്ക് ആദ്യമായി പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണേ. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 3 കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. ഒന്ന് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താ, 2 വഹുബ്ബ നബിയക്കും, നിങ്ങളുടേതാകുന്ന പ്രവാചകരോടുള്ള മഹബ്ബത്തും, വഹുബ്ബ അഹ്ലി ബൈതി, ആ പ്രവാചകന്റെ കുടുംബത്തോടുമുള്ള മഹബ്ബത്താണ്. തീർന്നില്ല. വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ 3 കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണം, ആദ്യമായി കൊടുക്കേണ്ടതാണ്. കുട്ടികൾ ജനിച്ച് വളരുന്നതനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ ആദ്യം കൊടുക്കും. വകതിരി വെത്തുമ്പോൾ തന്നെ നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നബിയുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 1 മുതൽ 7 വയസ്സുവരെ കുട്ടികളോട് ലാഇബുഹും സബഅ, കളിച്ചും രസിച്ചും എപ്പോഴും നിലകൊള്ളണം. കുട്ടികളോട് 7 മുതൽ 14 വരെയുള്ള പ്രായം അദ്ദിബുഹും സബഅ, മര്യാദകൾ പഠിപ്പിക്കണം. നിസ്കരിക്കാൻ പറയണം, നിസ്കരിക്കാൻ പഠിപ്പിക്കുകയും വേണം. നീ എടുത്ത് കാണിച്ചു കൊടുക്കണം. മദ്രസയെ പഠിപ്പിക്കുക, അതല്ല. മദ്രസ എന്ന് പറഞ്ഞാൽ അവിടെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ.
തിയറികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നിസ്കരിക്കണം, നോമ്പിടിക്കണം, ഫർള് അങ്ങനെ ഷർത്ത് ഇങ്ങനെ. ഇതെല്ലാം അതിന്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവിടെ കാണിച്ചു കൊടുക്കുകയില്ലേ, അതല്ല വിഷയം. നമ്മൾ വാപ്പ ഉമ്മ വീട്ടിലും ആമക്കളെ പെമ്മക്കളെ ഒളു ചെയ്ത് നല്ല വൃത്തിക്ക് കാണിച്ചു കൊടുക്കണം. അതിന് നമുക്കാദ്യം ഒളു കൊടുക്കാൻ അറിയണം. നമ്മളിങ്ങനെ തല തടകുന്നതല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അപ്പൊ നല്ലതുപോലെ ഒളു ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിന്റെ എല്ലാ കാര്യം പ്രാക്ടിക്കലായിട്ട് മക്കൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. മക്കൾ നന്നാവുകയാണ് അതോടുകൂടെ. അദ്ദിബുഹും സുബ്ഹാനാണ്. 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ലതുപോലെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 7 വയസ്സുള്ള ഒരു കുട്ടി വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടി എവിടുന്നൊക്കെ കൈയിട്ട് ഇങ്ങനെ വലിച്ചു വാരി തിന്നാൻ തുടങ്ങുമ്പോൾ നബി തങ്ങൾ കൈക്കിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. കുൽ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് കഴിക്കണം. കുൽ മിമ്മാ യലീഖ, നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണം. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ഇന്ന് വരെ ഉപദേശം കൊടുത്തിട്ടുണ്ടോ? മക്കളെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ വിസ്മയിലിക്കോ, അത്രേ ഉള്ളൂ. എടാ, വാപ്പായും ഉമ്മായും കുടുംബമൊക്കെ ഒരുമിച്ചിരുന്നിട്ട് വേണം, മക്കൾ ഒരുമിച്ചിരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എപ്പോഴും അങ്ങനെ വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വാ, അതിൽ തന്നെ ഒരു ഖൈറുണ്ട്. എന്നിട്ട് വാപ്പ ഉറക്ക ബിസ്മില്ല, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു തലമുറയെ സൃഷ്ടിക്കാൻ. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെല്ലുന്നത് കേട്ടാൽ ഈ മക്കൾ ഖിയാമത്ത് നാൾ വരെ ബിസ്മില്ലും ഉറപ്പാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന കാലത്തോളം എന്ന് മാത്രമല്ല, അവരവരുടെ തലമുറയ്ക്ക് മുന്നിൽ അവർക്ക് മക്കളുണ്ടാകും, അവരുടെ മുന്നിലും. കാരണം അതവർക്കൊരു ഇസ്സത്തായ ഒരു കേസാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ വാപ്പ, എന്റെ വല്യപ്പ ചെല്ലുന്നത് ഞാൻ കേട്ടതാണ്. ഞാനും അത് തുടർന്ന് വരികയാണ്. അടുത്ത തലമുറ അത് പ്രാവർത്തികമാക്കും. ഇത് സാധനം ഇങ്ങോട്ട് വരുമ്പോഴേ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ചിക്കൻ കാലും കടിച്ചോണ്ടാണ് നമ്മൾ വരുന്നത്. ഔദു ഇല്ല, ബിസ്മിയില്ല. കുഴിമന്തിയുടെ ഒരു കാല് വാപ്പാടെ വായിക്കാത്ത. പിന്നെ അങ്ങനെ മക്കൾ നന്നാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ഉറക്ക ബിസ്മി പറയും, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ. ഏറ്റവും അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങുക. മക്കൾ അപ്പുറത്തുനിന്ന് എടുക്കണം. ആ ശരി, നിങ്ങൾ ഭക്ഷണം ഒരുപാടുണ്ട്, വ്യത്യസ്തമാകുന്ന ഭക്ഷണങ്ങളുണ്ട്. എങ്കിൽ ഓരോന്നിൽ നിന്നും അല്പം എടുക്കുക. ഒരേ നിലക്കുള്ള ഭക്ഷണമാണെങ്കിൽ എന്തിൽ നിന്ന് കഴിക്കുക? ആ പ്ലേറ്റിന്റെ അഗ്രഭാഗം, അതിന്റെ അറ്റഭാഗത്ത്, അവനോട് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങാൻ. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഒരു അദബാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നിസ്കാരം മക്കളുടെ മേൽ 7 വയസ്സെത്തുമ്പോഴാണ് പറയേണ്ടത്. 5 വയസ്സുള്ള ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണ്ട. അവൻ നമ്മളോടൊപ്പം വന്ന് ചേർന്ന് നിസ്കരിക്കാൻ. നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോളത്ത് കയറിക്കുകയും അവനിങ്ങനെ ആംഗ്യം കൊണ്ട് കാണിക്കുകയും സുജൂദ് ചെയ്യും. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചെയ്തു കൊടുക്കുക. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ് എന്നൊക്കെ തമ്പൊക്കെ കാണിച്ച് കുട്ടികളെ ഒന്ന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത്. അവരെ കൊണ്ട് നിർബന്ധം കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. കരിക്കണമെന്ന് പറഞ്ഞ് 5 വയസ്സുള്ള കുട്ടിയോട് പറയാൻ പാടില്ല. 5 വയസ്സുള്ള കുട്ടിയോട് നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കാനേ പാടില്ല. നമ്മളെല്ലാം ചെയ്യുന്ന 5 വയസ്സത്തെ കുട്ടിയെ കൊണ്ട് നിർബന്ധപൂർവ്വം നോമ്പ് പിടിപ്പിക്കാൻ. രാവിലെ അത്താഴ സമയത്ത് അവൻ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്താൻ. നല്ലതുപോലെ ഉറങ്ങുന്ന കുട്ടി ഉറക്കച്ചവടോടുകൂടി വരുമ്പോൾ അവന്റെ മനസ്സിൽ തന്നെ വൈകൃതമാകുകയാണ്. ഇസ്ലാം വല്ലാതൊരു വൾഗറായി മാറുകയാണ്. ഇത് വല്ലാത്തൊരു ഇടങ്ങേറായും അതാണല്ലോ, ബുദ്ധിമുട്ടാക്കുകയാണല്ലോ എന്ന്. കാരണം കുട്ടി നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്ന് കുട്ടിയെ നിർബന്ധപൂർവ്വം വിളിച്ചുണർത്തിയിട്ട് അത്താഴം കഴിപ്പിച്ച് നിർബന്ധപൂർവ്വം നോമ്പ് പിടിപ്പിച്ച് അവസാനം വൈകുന്നേര സമയമാകുമ്പോൾ എനിക്ക് ഭക്ഷണം വേണം, വെള്ളം വേണമെന്ന് കരയുന്ന കുഞ്ഞിന് AC ഇട്ട് കൊടുത്ത് കുറച്ചു നേരം സിനിമാ പാട്ട് ഇട്ട് കൊടുത്ത് ഗെയിം ഇട്ട് കൊടുത്ത് എവിടെയെങ്കിലും ഒരു മൂലക്കിരുത്തി മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തിട്ട് എൻ്റെ പൊന്നുമോൾ ഇന്ന് നോമ്പായിരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഇന്ന് 10 ലൈക്ക് വാങ്ങാൻ ഉമ്മ കാണിക്കുന്നതാകുന്ന കുരുത്തക്കേട്, അങ്ങനെ തന്നെ പറയാം. അത് വളരെ തെറ്റാണ്. അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇസ്ലാം പറഞ്ഞിട്ടില്ല നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യാൻ. 7 വയസ്സെത്തുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, നോമ്പ് കൊണ്ട് കൽപ്പിക്കുക. 10 വയസ്സെത്തിയിട്ട് നിസ്കരിച്ചില്ലേ, നോമ്പ് പിടിച്ചില്ലേ, 10 വയസ്സെത്തിയിട്ടും അത് ചെയ്യുന്നില്ലെങ്കിലാണ് ശിക്ഷാമുറകളിലേക്ക് പോകാൻ പറഞ്ഞത്. അതുതന്നെ മുറിവ് പറ്റാതെ പ്രയാസപ്പെടുത്താതെ കൊണ്ടുപോകണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഖുർആൻ നമ്മൾ ഒന്നല്ല, അമന റസൂലിനകത്തുള്ളതാണ്. ഖുർആനാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ്. എന്താ പറഞ്ഞത്? ഒരു ശരീരത്തിനും ഒരു ആത്മാവും കഴിവാകുന്നതല്ലാതെ അള്ളാഹു ഇന്ന് വരെ കൽപ്പിച്ചിട്ടില്ല. നമ്മളോ കുട്ടികളെ തക്ലീഫിയാണ്, ശാസന കൊടുത്ത് ഇടങ്ങേറ് കൊടുത്ത് കുട്ടികൾ തന്നെ പ്രയാസപ്പെടുകയാണ്. ക്രെഡിറ്റ് വാപ്പാക്കും ഉമ്മാക്കും. എൻ്റെ മോൻ ഇത്ര നോമ്പ് പിടിച്ചു, അപ്പോൾ പിന്നെ അവരുടെ അനിയത്തിയും മക്കളും ചേട്ടത്തിയൊക്കെ പിന്നെന്തായി, അവരുടെ മക്കളെയും പിന്നെ അവർ നോമ്പ് പിടിച്ചോണ്ട 5 നോമ്പ് പിടിച്ചു, നീ വല്ലതും പിടിച്ചോ, നീ ഇങ്ങനെ തടിമാടാനായിട്ട് നടക്കണം, ഒന്നും കഴിയും, നാളെ പിടിച്ചോണം. അവനെ ഇടങ്ങേറാക്കുകയാണ്. കുട്ടിക്ക് വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ, 5 വയസ്സായിട്ടുള്ളൂ. പറയാൻ പാടില്ല, കൽപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരു കുട്ടി നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ രാവിലെ അവനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം, ഞാൻ നോമ്പ് പിടിക്കുക, അങ്ങനെ ഉണ്ടല്ലോ ചില കുട്ടികൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത്താഴം കൊടുത്തു അവന്. അപ്പം നീയത്ത് വെച്ച് കൊടുത്തു, നമ്മൾ നീയത്ത് വെച്ച് കൊടുത്തു. അവനും ഭയങ്കര റാഹത്തായിട്ട് പിടിക്കുന്നു. ഉച്ചവരെ പിടിച്ചു. അവനെ വൈകുന്നേരം പിടിക്കാൻ വരെ ആരോഗ്യം ഉണ്ടായി, അവൻ പിടിച്ചു. ആയിക്കോട്ടെ, അതിന് പ്രശ്നമല്ല.
കുട്ടി സ്വന്തമായി തീരുമാനം എടുത്ത് പിടിച്ചതാണ്. ഞാൻ പറഞ്ഞ എന്താണ്, 5 വയസ്സത്തെ കുട്ടിയോട് അങ്ങോട്ട് നിർബന്ധിച്ചിട്ട് പിടിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതല്ല. നിന്റെ 5 വയസ്സും നിന്റെ 15 വയസ്സും ഒക്കെ എങ്ങനെയായിരുന്നു ചിന്തിച്ചാൽ മതി. സ്കൂളിൽ പോകുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക. ഹാജിയാർ അങ്ങനെയായിരുന്നു. അരക്കപ്പ് വെള്ളം അകത്താക്കും, ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം, മുഖം ഒന്ന് തണുപ്പിക്കും. ഈ തണുപ്പിക്കുന്ന കൂട്ടത്തിൽ പൈപ്പിനടുത്ത് കുഴലൊക്കെ ഒന്ന് നനച്ചങ്ങ് വിടും. അങ്ങനെയാണ് ഹാജിയാർ പിടിച്ചത്. എന്നിട്ട് ചെറിയ കുട്ടികളോട് മൊബൈൽ വെച്ചിട്ട് ഹാജിയാർ കാര്യമായിട്ട് നോമ്പ് പിടിപ്പിക്കുക. അപ്പം നമുക്കില്ലാത്തൊരു ഈമാൻ കുട്ടികളിലേക്ക് ചാർത്തരുത്, ആവശ്യമില്ലാതെ പ്രയാസപ്പെടുത്തരുത്. അത് ആദ്യം മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. നമ്മൾ നടത്തുന്ന ഈ തർത്തീബുണ്ടല്ലോ, ആ തർത്തീബിൽ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് തിരുത്തി കൊണ്ടുവരണം. എന്നാ റാഹത്ത. പള്ളിയിലേക്ക് ഒരൊറ്റ വക്കത്ത് ഒഴിയരുത്. കുട്ടികളെ, ആൺകുട്ടികളെ പള്ളിയിലേക്ക് അങ്ങനെ കൊണ്ടുവരണം. വാപ്പാടെ കൂടെ തന്നെ നിർത്തി നിസ്കരിപ്പിക്കണം, ചേർത്ത് നിർത്തി നിസ്കരിപ്പിക്കണം. അപ്പോഴേ കുട്ടികൾക്ക് തർബിയത്തുണ്ടാവുക. ഖുർആൻ ഓതാൻ അറിയാം, മക്കളെ +2 വരെ വിട്ടു, കാര്യമില്ല, ഓതണം. വീട്ടിൽ യാസീൻ ഓതണം. ഒരു ദിവസം മുടങ്ങരുത്. ഇന്നത്തെ ദിവസം ഓതിയോ? ചിന്തിക്ക്. ദാരിദ്ര്യ നിർമാർജനം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശക്തിയുക്തമായി പറഞ്ഞു കൊടുത്തു സഹാബത്തിന്. നിർമാർജനം വേണോ, ദാരിദ്ര്യമില്ലാതിരിക്കണോ, സൂറത്തുൽ വാഖിയ ഓതിൻ. പെൺമക്കൾ ധാരാളമുള്ള സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തു സൂറത്തുൽ വാഖിയ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, നീ നിന്റെ പെൺമക്കളെ ഈ സൂറത്ത് പഠിപ്പിക്കണേ, ദാരിദ്ര്യം പരിപൂർണമായി മാറുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചരിത്രമാണ് പ്രിയമുള്ളവരെ. ബഹുമാനപ്പെട്ട പ്രവാചകർ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഖലീഫയായിട്ട് ഇസ്ലാമിക ഭരണ കേന്ദ്രങ്ങളിൽ നിലകൊള്ളുമ്പോൾ എല്ലാവരും സ്വർണത്തിന്റെ കിഴി ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്തു വിടുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അദ്ദേഹം ആ കിഴി സ്വീകരിക്കുന്നു. സ്വർണത്തിന്റെ കിഴി കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ടവർ തിരസ്കരിച്ചിട്ട് പറയുകയാണ്, എനിക്കിത് വേണ്ട കേട്ടോ. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിയ. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പെൺമക്കളോട് പഠിപ്പിക്കാൻ പ്രവാചകൻ പറയുകയും ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഒരാളുടെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല. ഈ സൂറത്ത് കൊണ്ട് ജീവിച്ച വ്യക്തിയാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് തവക്കിൽ. അതാണ് തവക്കിൽ. അല്ലാതെ ജോലി പോകാതെ വീട്ടിനകത്തിരുന്നിട്ട് പടച്ചറപ്പേ കഞ്ഞി തരണേന്ന് പറയലല്ല. മക്കളുണ്ടായി, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, എന്നിട്ട് അവരെ പോറ്റാതെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കാതെ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മക്കാമിൽ പോയിട്ട് അടയിരിക്കലല്ല. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനമേ അല്ല. മക്കളെ നോക്കാതെ, കുടുംബത്തെ നോക്കാതെ, തലമുടിയും താടിരോമങ്ങളും ഒക്കെ വെട്ടാതെ ഏതെങ്കിലും ജദുബിന്റെ ഹാലാണെന്ന് സ്വയം പറഞ്ഞിട്ട് കൈവരൽ മുതൽ 50 മോതിരം ഇട്ടൊരു പച്ച ഒല്ലിയും തലയിലിട്ടിട്ട് ഏതെങ്കിലും മക്കാമിൽ പോയി അടയിരിക്കാൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. മക്കളെ പോറ്റണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്. നബിതങ്ങൾ പറയുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി, ഏറ്റവും വലിയ തെറ്റുകാരൻ, ഏറ്റവും വലിയ പാപി ആരെന്നറിയുമോ? ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കാതെ, വസ്ത്രം കൊടുക്കാതെ, പാർപ്പിട സൗകര്യം കൊടുക്കാതെ, അവനവന്റെ സ്വന്തം ജീവിതത്തിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒരു കടമയും കടപ്പാടുമാണ്, ഏറ്റവും വലിയ കർത്തവ്യമാണ് നമുക്കിത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ രക്ഷപ്പെടുത്തണേ. വഅഹ്ലീകും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും സന്താനങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുക്കണേ. നാറാ,
കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് രക്ഷപ്പെടുത്തണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത് പെട്രോളല്ല, ഡീസലല്ല, കൽക്കരിയല്ല, മണ്ണെണ്ണയല്ല, ദുഷിച്ചതാകുന്ന ജനങ്ങളാണ്. ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, കല്ലുകുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, സിനിമ കണ്ടവരെ, സീരിയൽ ദർശിച്ചവരെ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ഹൃദയങ്ങളെ കൊണ്ട് മലീമസമാക്കിയവരെ, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയ പെങ്ങളെ, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളതാകുന്ന കാമുകന്മാർക്ക് വേണ്ടി വീടിന്റെ വാതിലെ തുറന്നിടാൻ തയ്യാറായിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അവരെ കൊണ്ടുവന്ന് ഭർത്താവ് ഇരിക്കേണ്ട വിരിപ്പിൽ, ഭർത്താവ് കിടക്കേണ്ട കിടക്കയിൽ കൊണ്ടുവന്ന് കിടത്തി ശാരീരികമാകുന്ന ബന്ധപ്പെടാൻ തയ്യാറാകുന്ന മുസ്ലിം സഹോദരിമാരില്ലേ? 4 പ്രസവിച്ചവളാണ്, 5 പ്രസവിച്ചവളാണ്, ദീനീ ബോധമുള്ളവളായിരുന്നു, ഖുർആൻ ഓതാൻ അറിയുന്നവളായിരുന്നു, ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും മൗലിദുകൾ പാരായണം ചെയ്തിരുന്നവളാ, വിക്റുകൾ ചൊല്ലിയിരുന്നവളാ, നമസ്കാരങ്ങൾ ചിട്ടവച്ചിരുന്നവളാ. പക്ഷേ സിനിമയുടെ ലോകത്തേക്ക്, സീരിയലിൻ ലോകത്തേക്ക് ജീവിതത്തെ വഴിമാറ്റിയപ്പോ ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോവുകയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് ദുഷിച്ചതാകുന്ന ജനങ്ങളാണ്, നിന്നെ പോലെയുള്ള മോശപ്പെട്ടതാകുന്ന സഹോദരിമാരാണ്. തീർന്നില്ല, വൽ ഹിജാറ, വലിയ വലിയ പാറക്കല്ലുകളുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വീടിന്റെ മുന്നിൽ വിരിച്ചിരിക്കുന്ന കടപ്പാക്കല്ലും ബാംഗ്ലൂർ സ്റ്റോണുമൊക്കെ ചെരുപ്പില്ലാതെ അതിലൂടെ നടക്കാൻ സാധിക്കുമോ ചെറുപ്പക്കാരാ? എത്ര കഠിനമാകുന്ന ചൂടാണ്! ഇത്തരത്തിലുള്ള കല്ലുകളാണ് നാളെ നരകത്തിൽ മനുഷ്യ ദുഷിച്ച ജനങ്ങളോടൊപ്പം ഇട്ടുകൊണ്ട് അള്ളാഹു ഇന്ധനമായി കത്തിക്കുന്നത്. അഥവാ ചൂടിനൊരു കുറവുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തെ അള്ളാഹു സംവിധാനിച്ചതിനെ കുറിച്ച് റസൂലുള്ള വാചാലനാവുകയാണ്. 1000 വർഷം നിരന്തരമായി രാവു പകലും അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചുവത്രേ. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അള്ളാഹു സംവിധാനിക്കുകയാണ്. 2000 വർഷമായി നിരന്തരമായി കത്തിച്ചു. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി. സാബ 1000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം ചുവന്നു തുടുത്തിട്ട് വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് നരകത്തിന്റെ നിറം വെളുപ്പായി മാറി. അള്ളാഹു നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അള്ളാഹു കത്തിക്കുകയാണ്. 3000 വർഷമാണ്. 3000 വർഷമാണ്. 3 ദിവസം നടക്കുന്ന കല്യാണങ്ങൾക്കുള്ളതാകുന്ന പന്തൽ കണ്ടിട്ട്, അവിടെയുള്ള ഭണ്ഡാരി വെക്കുന്നതാകുന്ന ഭക്ഷണ തലികകൾ കണ്ടിട്ട് ഞെട്ടിത്തെറിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, 3 ദിവസമല്ല, 3 മാസമല്ല, കേവലം 3 വർഷമല്ല, 30 മാസങ്ങളല്ല, 3000 വർഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വർഷങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജീവിതം നയിക്കാത്തതായ ഏതൊക്കെ മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ നരകത്തെ അല്ലാഹു സംവിധാനിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർളുഹാ മിൻ റസാസ് വസഖഫുഹാ മിൻ നുഹാസ്. നരകത്തിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു പാകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് അല്ല, വില കൂടിയതാകുന്ന ടൈൽസ് അല്ല, ഇറ്റാലിയൻ മാർബിൾ അല്ല. നരകത്തിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു പാകിയിരിക്കുന്നത് അർളുഹാ മിൻ റസാസ്, ഈയമാണ്. ഈയം ഉരുക്കി ഒരിച്ചിരിക്കുകയാണ്. അഥവാ ചൂടതി കഠിനമാകുന്ന സമയമാണ്. വസഖഫുഹാ മിൻ നുഹാസ്.
അതിന്റെ മച്ചല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ഏത് കോലത്തിലെന്നറിയുമോ? കോൺക്രീറ്റ് സൗധങ്ങളിൽ കടന്നുറങ്ങിയിട്ട് പോലും മുകൾ ഭാഗത്ത് വെള്ള പെയിന്റ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും ചൂട് കുറയ്ക്കാൻ വേണ്ടി വേനലവധി സമയത്ത് പ്രയാസപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നിട്ടും ഉരുകി ഒലിച്ച മുസ്ലിമേ, കറണ്ട് ബില്ല് കൂടിയപ്പോൾ അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നവരെ മാറ്റം കൊണ്ടുവന്നു, ഫാനിൽ കൊണ്ടുവന്നു. ഓരോരുത്തരും സോളാർ ഫിറ്റ് ചെയ്തു, പല രീതിക്കും കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള പരിശ്രമം നടത്തി. എന്നിട്ടും ചുട്ടൊഴിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നാൽ മനസ്സിലാക്കണേ, നരകത്തിന്റെ മുകൾ ഭാഗം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് കോൺക്രീറ്റിന്റെ സൗധങ്ങളല്ല, ഓടിട്ട പെരയല്ല, വസഖഫുഹാ മിൻ നുഹാസ്, ചെമ്പിനാലാണ്. ചെമ്പിന്റെ മുകൾ ഭാഗം ഈയത്തിനാൽ നിറക്കപ്പെട്ടതാകുന്ന താഴ്ഭാഗമാണ്. വഹീതാനുഹാ മിൻ കിബരീത്ത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്. 3000 വർഷം നിരന്തരമായി ഈ രീതിയിൽ ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളെ വിട്ടുകൊണ്ട് കത്തിച്ചതാകുന്ന നരകത്തിന്റെ നിറം ഹത്തസ്വദ്ദത്ത്, അത് കറുത്തുപോയി. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന, ആര് കണ്ടാലും വിറയ്ക്കുന്ന വല്ലാത്തൊരു രൂപത്തിലേക്ക്, പാപത്തിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റി എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. ആ കത്തിച്ചൊടിക്കുന്ന നരകത്തെ തൊട്ട് സംരക്ഷിക്കാൻ അല്ലാഹു പറയുകയാണ്, നീ നിന്റെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. വഅഹ്ലീകും, നിന്റെ കുടുംബത്തെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ. നിന്റെ മകന്റെ പോക്ക് എങ്ങോട്ടാണ്? സിനിമാ തിയേറ്ററിൽ പോയി കാണാത്ത പടങ്ങളില്ല, OTT പ്ലാറ്റ്ഫോമിൽ പടം റിലീസാകാൻ കാത്തിരിക്കുകയാണ്. അത് പണം കൊടുത്തിട്ടാണെങ്കിലും കാണാൻ തയ്യാറാവുകയാണ്. എല്ലാ സിനിമകളും കണ്ടു രസിച്ചു. ഒരു മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ മകൻ കണ്ണു തൊട്ടാത്തതില്ല. എല്ലാ അശ്ലീലതകളിലേക്കും കണ്ണു നട്ടിരുന്നു പൊന്നുമോള്. അന്യതാകുന്ന കൂട്ടുകാരുമായി ചാറ്റിംഗ് നടത്തി, സ്വന്തം വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത സമയം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധം പോലും പുലർത്തിപ്പോയവരില്ലേ? അനാവശ്യ സംസാരങ്ങൾ നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉമ്മ കിടപ്പുണ്ട്, വാപ്പ കിടപ്പുണ്ട്, ഒരു മതിലിനിപ്പുറത്ത് വാപ്പ സുഖമായി കടക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ 3ഉം 4ഉം ബെഡ്റൂമുകൾ സംവിധാനിച്ചപ്പോ മക്കളപ്പുറത്ത് റൂമിരുന്നിട്ട് പുതപ്പെട്ട് മൂടിയിട്ട് വാപ്പായെ പറ്റിച്ചുകൊണ്ട് ഓൺലൈനായി പഠിക്കാൻ വാപ്പ കൊടുത്ത മൊബൈൽ ഫോണിലൂടെ പുതപ്പിനടിയിരുന്ന കാമുകര് രഹസ്യമായി വർത്തമാനം പറഞ്ഞ് അവനുമായി ചാറ്റിംഗ് നടത്തുന്നതാകുന്ന സഹോദരിമാരല്ലേ? സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ള പരപുരുഷന്മാരുമായി ബന്ധം പുലർത്താൻ മൊബൈൽ ഫോൺ വില്ലനായി ഉപയോഗിക്കുന്ന തലമുറയല്ലേ? അള്ളാഹു നിനക്ക് നൽകിയ കൺകുളിർമയേകുന്ന സന്താനങ്ങളെ കൂടെ കടത്തിയിട്ട് കൂട്ടുകാരുമായിട്ട് ചാറ്റിംഗ് നടത്താൻ, പൂർവ്വ വിദ്യാർത്ഥികളുമായി കറങ്ങി നടക്കാൻ, തിരൂരിലെ ബീച്ച് റോഡുകളിലും മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലും കോട്ടക്കുന്നുമൊക്കെ തെരഞ്ഞെടുക്കുന്നതായ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളല്ലേ, സഹോദരിമാരല്ലേ? എങ്ങനെയാണ് നമ്മുടെ തലമുറ നന്നാവുക? അള്ളാഹു പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തെ തൊട്ട് നീ നിന്നെയും കാത്ത് സംരക്ഷിക്കണേ, നിന്റെ പ്രിയപ്പെട്ട മക്കളെയും കാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ.